ഫിലിപ്പിയ ലേഖന പഠനത്തിലേക്ക് കൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങളും വിലയേറിയതാണ്. ആമേൻ. കർത്താവിന്റെ പാദത്തിലിരുന്നു കൊണ്ട് പഠിക്കുവാൻ, ദൈവവചനം പഠിക്കുവാൻ നമുക്ക് ലഭിക്കുന്ന അവസരങ്ങളൊന്നും വെറുതെ കളയാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അത് നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക്, അനുഗ്രഹത്തിന് ഉതകുമാറാകട്ടെ. വചനമാണ് ഫിലിപ്പിയ ലേഖനം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയമെടുത്ത് സാവകാശം നമുക്ക് ആത്മീയ വളർച്ചയ്ക്ക് ഉതകുന്ന ചിന്തകൾ പങ്കിട്ടാണ് മുന്നോട്ട് പോകുന്നത്. വലിയ ആഴമേറിയ തിയറീസോ ഒന്നും ഞാൻ പങ്കിടുവാനായിട്ട് ഇതിൽ നിന്ന് ശ്രമിക്കുന്നില്ല. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ ചില ചിന്തകൾ, ചെറിയ ചെറിയ പഠനങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കണമെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമുക്ക് ദൈവശാസ്ത്ര പഠനത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മുന്നിലുണ്ട്. എന്നാൽ നമുക്ക് ലളിതമായ ചില ചിന്തകളാണ് ഈ ലേഖന പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. 1-ാം അധ്യായത്തിന്റെ 20 വരെയുള്ള വാക്യങ്ങൾ, ഫിലിപ്പി ലേഖനം 1-ന്റെ 20 വരെയുള്ള വാക്യങ്ങളാണ് കഴിഞ്ഞ നാളുകൾ നമ്മൾ പഠിച്ചത്, ചിന്തിച്ചത്. ഇന്ന് 21-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്ന് ദൈവവചനം പങ്കിടാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. 1-ന്റെ 21 നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയുന്നു: എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. വളരെ ചെറിയൊരു വാക്യമാണ്, മനപ്പാഠം പഠിക്കാൻ എളുപ്പമുള്ള വാക്യമാണ്, ചെറിയ സെന്റൻസ് ആയതുകൊണ്ട്. It is easy for even kids to learn these words, to by heart these words, because it's a small short verse. It says, for to me to live is Christ and to die is gain. For to me to live is Christ and to die is gain. Philippians 1:21. How easily we can learn that by heart. See, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ബൈബിളിലെ ചെറിയ വാക്യങ്ങൾ അല്ലെങ്കിൽ കുഞ്ഞു വാക്യങ്ങൾ നമുക്ക് ഒരു പ്രത്യേക പഠനത്തിന് വിധേയമാക്കിയാൽ തന്നെ അനുഗ്രഹമാണ്. കാരണം വാക്യം ചെറുതാണെങ്കിലും അതിലെ സന്ദേശം അതിശക്തവും വലുതുമായിരിക്കും. അങ്ങനെ ഒരു വാക്യമാണിത്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. പൗലോസ് അപ്പോസ്തലൻ ഇത് പറയുന്ന പശ്ചാത്തലം കൂടെ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ പഠിച്ചത് മറന്നു പോകരുത്. 20-ാമത്തെ വാക്യം ജസ്റ്റ് നമുക്കൊന്നുകൂടെ അതിലേക്ക്, ആ 21-ലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. കാരാഗൃഹ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. റോമിലെ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവിടെ നിന്ന് പുറത്തു വരുമെന്നുള്ള പ്രതീക്ഷ തനിക്കുണ്ട്. ദൈവസഭ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഇനിയും തനിക്ക് സ്പെയിൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം, അവിടേക്ക് സുവിശേഷം എത്തിക്കാനുള്ള ആഗ്രഹം ബാക്കി നിൽക്കുന്നുണ്ട് ഇത് എഴുതുന്ന പശ്ചാത്തലത്തിൽ. അപ്പോൾ തന്നെ പൗലോസ് അപ്പോസ്തലനും മരണത്തെക്കുറിച്ച് അല്പം പോലും ഭയവുമില്ല, മരിക്കാനും ഒരുക്കമാണ്. അതാണ് ഇതിന്റെ പശ്ചാത്തലം. ഇനി ആ മരണത്തെക്കുറിച്ച് പരാമർശിച്ചപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ, ഞാൻ ജീവിച്ചിരുന്നാലും ദൈവം എന്നിൽ മഹത്വപ്പെടും, ക്രിസ്തു എന്നിൽ മഹത്വപ്പെടും, ഞാനിനി മരിച്ചാലും ക്രിസ്തു എന്നിൽ മഹത്വപ്പെടും എന്ന് പറഞ്ഞതിന്റെ തുടർച്ചയായിട്ട് പറയുകയാണ്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും ആകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ ജീവിക്കുന്നത് ക്രിസ്തു എന്നതുകൊണ്ട്? ഫോർ ടു മീ ടു ലീവ് ഈസ് ക്രൈസ്റ്റ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്നതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കാം. ടു ലീവ് ഈസ് ക്രൈസ്റ്റ്, ജീവിക്കുന്നത് ക്രിസ്തു. നമ്മൾ പറയാറുണ്ട് ക്രിസ്തുവിനായി ജീവിക്കുന്നു എന്ന് പറയാറുണ്ട്, അല്ലെ? ഞാൻ ജീവിക്കുന്നത് ദൈവത്തിനായി ജീവിക്കുന്നു. തെറ്റല്ല, കൃത്യമായ പ്രയോഗം തന്നെയാണ്. ഐ ആം ലിവിങ് ഫോർ ഗോഡ്, ഫോർ ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് കറക്റ്റ്. ദർ ഇസ് നോ മിസ്റ്റേക്ക് ഇൻ ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ഞാൻ ജീവിക്കുന്നത് ദൈവത്തിനാണ്, ദൈവത്തിനായി തന്നെ ജീവിക്കണം. പക്ഷെ ഇവിടെ പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ടു മീ ടു ലീവ് ഈസ് ക്രൈസ്റ്റ്. യേശു ആണ് എനിക്ക് ജീവിക്കുന്നത്, യേശു ആണ്. അതെന്തൊരു പ്രയോഗമാണ്! പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തൊക്കെയാ അർത്ഥമാക്കുന്നത് നോക്കാം. അതിന്റെ അർത്ഥം ഒന്ന്, പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് വിച്ച് മീൻസ് ക്രൈസ്റ്റ് ഈസ് ലൈഫ്. എന്റെ ജീവിതം, എന്റെ ജീവൻ,
ഏത് രീതിയിൽ പറഞ്ഞാലും മലയാളത്തിലെ രണ്ട് വാക്ക് പറഞ്ഞാലും തെറ്റില്ല. എനിക്ക് ജീവൻ അല്ലെങ്കിൽ എന്റെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. നമ്മൾ മറ്റു വിധത്തിൽ പറയത്തില്ലേ, എന്റെ ലോകം എന്റെ കുടുംബമാണെന്നൊക്കെ ചിലർ പറയുന്നത് കേട്ടില്ലേ. മൈ ഫാമിലി ഈസ് മൈ വേൾഡ്. ആമേൻ. ചിലർ പറയാറുണ്ട് എന്റെ ചർച്ചാണ് എന്റെ ലോകം എന്ന് പറയാറുണ്ട്. അങ്ങനെയൊക്കെ ആവേശത്തോടെ പറഞ്ഞിട്ടുള്ള നമ്മുടെ പിതാക്കന്മാരും പാസ്റ്റർമാരും ഒക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്ത് എത്ര പേരെന്ന് പറയുമെന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് സഭയാണ് എൻ്റെ ലോകം എന്ന് ആമേൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എന്ന് പറയുന്ന എത്ര പേരുണ്ടെന്ന് ഡൗട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആമേൻ അതിന്റെ അർത്ഥം എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ എൻ്റെ എല്ലാം ഇവരാണ്. ചിലർ പറയുന്നത് എൻ്റെ മക്കളാണ്, എൻ്റെ ഭാര്യയാണ്, എൻ്റെ കുടുംബമാണ്, ആമേൻ, അല്ലെങ്കിൽ എൻ്റെ സഭയാണ്, എൻ്റെ സൊസൈറ്റിയാണ്. പിന്നെ ചിലരെ സംബന്ധിച്ച് എൻ്റെ രാജ്യമാണ് എനിക്കല്ല. എക്സ്ട്രീം നാഷണലിസം പറയുന്നവർ പറയാറുണ്ട്, ദേശീയവാദം ഒക്കെ പറയുന്നവർ പറയാറുണ്ട്, എനിക്ക് എൻ്റെ രാജ്യം കഴിഞ്ഞേ മറ്റെന്തോ ഉള്ളൂ, രാജ്യം ആണ് എനിക്കെല്ലാം എന്ന് പറയാറുണ്ട്. ആമേൻ, ആമേൻ. അതുപോലെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത് എന്താ? എന്നെ സംബന്ധിച്ച് എൻ്റെ ലോകം എന്ന് പറയുന്നത്, എൻ്റെ ജീവൻ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് യേശു ആണ്. ആമേൻ. യേശു ഇല്ലെങ്കിൽ ഞാനില്ല. എന്റെ ജീവിതത്തിൽ യേശു ഇല്ലെങ്കിൽ ഞാനും ഇല്ലെന്ന അതിന്റെ അർത്ഥം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ള മനോഹരമായ ഒരു പ്രസ്താവന സാധു സുന്ദർ സിംഗിന്റെ പുസ്തകത്തിൽ ഉണ്ട്. അദ്ദേഹം പറഞ്ഞത്, എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല, പിന്നെ ഞാൻ സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം യേശു അവിടെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. യേശു ഉള്ളത് കൊണ്ടാണ് എനിക്ക് സ്വർഗം വേണ്ടത്. യേശു ഇല്ലെങ്കിൽ എനിക്ക് സ്വർഗം വേണ്ട. എനിക്ക് യേശുവാണ് സ്വർഗം. യേശു ഉണ്ടെങ്കിൽ എനിക്ക് സ്വർഗം മതി. എന്നിട്ട് അദ്ദേഹം തിരിച്ച് ഇങ്ങനെയും കൂടെ പറഞ്ഞു, എനിക്ക് നരകത്തിൽ പോകാനും പേടിയൊന്നുമില്ല. നരകത്തിൽ വേണമെങ്കിൽ ഞാൻ പോകാം, പക്ഷെ യേശു എന്റെ കൂടെ ഉണ്ടായിരിക്കണം. യേശു ഉണ്ടെങ്കിൽ നരകവും എനിക്ക് സ്വർഗമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ ഡെപ്ത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുമോ? ചിലപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഈ ലോകത്തിൽ ദുരിതം പേർപ്പോ നരകതുല്യമായ ജീവിതം, ഒരു സമാധാനവും ഇല്ല, ഒരു സ്വസ്ഥതയില്ല, എന്തൊരു കഷ്ടം പിടിച്ച ദുരിതം പിടിച്ച ജീവിതമാണ് ഈ ഭൂമിയിൽ. ഇത് ഇതിലും ഭേദം നരകം എന്നൊക്കെ പറയുന്നവരുണ്ട്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പോൾ രോഗമാകാം, ചിലപ്പോൾ ഒറ്റപ്പെടലാകാം, നിന്ദയാകാം, ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നതാകാം, അങ്ങനെ എന്തുമാകാം. അപ്പൊ ചിലർ പറയാറുണ്ട് നരകമാണ് ഇതിലും ഭേദം എന്ന് പറയാറുണ്ട്. അപ്പൊ നരകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, വേദന, സഹിക്കാനാകാത്ത അങ്ങേയറ്റം, നിരാശയുടെ അങ്ങേയറ്റമാണ് നരകം എന്നതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത്. എന്നാൽ സാധു സുന്ദർ സിംഗ് പറയുന്നത്, എനിക്ക് നരകവും പേടിയൊന്നുമില്ല, നരകത്തിൽ പോകാനും എനിക്ക് കുഴപ്പമൊന്നുമില്ല, നരകവും എനിക്ക് വിഷയമല്ല. പക്ഷെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ യേശു എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. യേശു ഉണ്ടെങ്കിൽ നരകത്തിലും പോകാൻ എനിക്ക് മടിയൊന്നുമില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വർഗം, എൻ്റെ നരകം, എൻ്റെ എല്ലാം യേശുവാണ്. ഈ ജീവിതം, ഈ ഭൂമിയിൽ എത്ര ദുരിതം പിടിച്ച ജീവിതമാണെങ്കിലും യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് സ്വർഗമാണ്, സ്വർഗതുല്യമാണ്. ഇതായിരിക്കണം നമ്മുടെ കാഴ്ചപ്പാട്. നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, പക്ഷെ യേശു എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ സ്വർഗം, ഞാൻ സ്വർഗതുല്യ ജീവിതമാണ് നയിക്കുന്നത് എന്ന ആ കാഴ്ചപ്പാട്, ആ ചിന്താഗതി നമുക്കുണ്ടായിരിക്കട്ടെ. പൗലോസിനെ സംബന്ധിച്ച് ക്രൈസ്റ്റ് ഈസ് ഹിസ് ലൈഫ്. ആമേൻ. ഇതായിരിക്കട്ടെ നമ്മുടെയും ചിന്ത. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ആമേൻ, കൊലോസ് ലേഖനം 3:4 വാക്യങ്ങൾ ഇതേ അപ്പോസ്തലൻ തന്നെ എഴുതുകയാണ്, നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ആമേൻ. ക്രിസ്തുവിൽ, ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗോഡ്. ക്രിസ്തുവിൽ, ദൈവത്തിൽ ഹിഡൻ ആയിരിക്കുന്നു എന്നാ പറഞ്ഞിരുന്നത്. ആമേൻ. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ യേശുവിൽ മറഞ്ഞിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു ചിന്താഗതിയാണ്. പൗലോസ് അപ്പോസ്തലൻ ആത്മീയ കാഴ്ചപ്പാട്, അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മീയ കാഴ്ചപ്പാടിന്റെ ഹയർ ലെവൽ, ആ ഔന്നത്യം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്കത് മനസ്സുകൊണ്ട്, തലച്ചോറുകൊണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല, അല്ലെ? നമ്മൾ ചിലപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒക്കെ തിയറി പറയുമ്പോൾ പറയും, അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഫിസിക്സിന്റെ ഡൈമെൻഷൻ നമുക്ക് ഈ 3D-യിൽ, ത്രിമാന തലത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ എന്തോ പറയുക, ടൈം ഇല്ലാത്ത അങ്ങനെയുള്ള ഒരു ഡൈമെൻഷനെ കുറിച്ച് ചിന്തിക്കാനായിട്ട് പ്രയാസമാണ്, നമുക്ക് ഉൾക്കൊള്ളാൻ, നമ്മുടെ തലച്ചോറിനെ തന്നെ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് എന്ന് പറയാറുണ്ട് ഐൻസ്റ്റീന്റെ ചില തിയറീസിനെ കുറിച്ചൊക്കെ. പൗലോസ് അപ്പോസ്തലന്റെ ദൈവശാസ്ത്ര തിയറി ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ മരിച്ചു. നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ മരിച്ചു. യു ആർ ഡെഡ് ആൻഡ് യുവർ ലൈഫ് ഈസ് ഹിഡൻ ഇൻ ക്രൈസ്റ്റ് ഇൻ ഗാഡ്. ഹിഡൻ വിത്ത് ക്രൈസ്റ്റ് ഇൻ ഗാഡ്. ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ നിങ്ങളുടെ ജീവൻ മറഞ്ഞിരിക്കുകയാണ്. ആമേൻ. അത് മനസ്സിലാക്കാൻ തന്നെ എത്ര
പ്രയാസമുള്ള ഒരു കാര്യമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ആത്മീയ ജീവനെക്കുറിച്ച്, നമ്മുടെ ആത്മാവിനെ കുറിച്ചൊക്കെ ഒരു ഉയർന്ന കാഴ്ചപ്പാടിലേക്ക് എത്തും തോറും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ആമേൻ. കുറച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ആമേൻ, നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. മറ്റു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ജീവൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്രം ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്, ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തുവിൽ, ആമേൻ, ക്രിസ്തുവിന് വേണ്ടി. അതാണ് എന്റെ ജീവിതം, എന്റെ ജീവൻ. ആമേൻ. പൗലോസിന്റെ വാക്കുകളെ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ഇന്റർപ്രട്ട് ചെയ്യാം. ജീവൻ ആരിൽ നിന്നാണ് ഞാൻ ജീവൻ പ്രാപിച്ചിരിക്കുന്നത്? യേശുവിൽ നിന്നാണ്. ആമേൻ. എന്റെ ജീവൻ ആരിലാണ്? യേശുവിലാണ്. ഇനി ആർക്കു വേണ്ടിയാണ് എന്റെ ജീവിതം, എന്റെ ജീവൻ? അത് യേശുവിന് വേണ്ടിയാണ്. എന്റെ ജീവിതം, ജീവൻ എല്ലാം യേശുവാണ്, യേശുവിലാണ്, യേശുവിന് വേണ്ടിയാണ്, യേശുവിൽ നിന്നാണ്. ഇതാണ് പൗലോസ് അപ്പോസ്തലന്റെ ഈ വാക്ക് നമുക്ക് വിശദീകരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചില ചിന്തകൾ. ലൈഫ് ഈസ് ഫ്രം ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഫോർ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. പൗലോസ് പറയുന്നു എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു. ഇനി ആമേൻ, അടുത്ത് പറയുന്നത് എന്താ? ടു ഡൈ ഈസ് ഗെയിൻ. മരിക്കുന്നത് എന്താണ്? ലാഭമാണ്. ലോകത്തിൽ ആർക്കെങ്കിലും മരണം ലാഭമാകാറുണ്ടോ? ലോകത്തിൽ ആർക്കെങ്കിലും മരണം ലാഭമായി തോന്നാറുണ്ടോ? ഇതുവരെ ഭൂമിയിൽ സമ്പാദിച്ചതൊക്കെ ഇട്ടേച്ച് പോകുന്നതാണ് മരണം എന്ന് പറയുന്നത്. അത് നമ്മൾ പാട്ടുപാടുന്നത് പോലെ കൊട്ടാരമായാലും വിട്ടേ മതിയാകൂ എന്ന് പറയുന്നത് പോലെ ഒത്തിരി മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് വെട്ടിപ്പിടിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ എത്ര പഠിച്ചാലും അത് നമ്മുടെ തലയ്ക്കകത്ത് കയറുകയില്ല എന്നുള്ളത് മറ്റൊരു സത്യമാണ്, അല്ലെ? ഒരിക്കൽ പഴയൊരു കഥയുണ്ടല്ലോ. ഒരു രാജാവ് വിളംബരം ചെയ്തു. ഒരു രാജാവിന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നപ്പോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സഹായം വേണം എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, നിനക്ക് ഈ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എത്ര ദൂരം നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് നടക്കുന്നു, അത്രയും ദൂരം നിനക്കുള്ളതായിരിക്കും, അത്രയും സ്ഥലം നിനക്കുള്ളതായിരിക്കും എന്ന് രാജാവ് പറഞ്ഞു. പറഞ്ഞത് കേട്ട പാടെ പുള്ളി എന്ത് ചെയ്തു? ചാടി ഇറങ്ങി നടക്കാൻ തുടങ്ങി. നടന്ന് വെയിലും കഠിന താപവും സഹിച്ച് ആ മനുഷ്യൻ നടക്കുകയാണ്. ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ തോന്നി, ദാഹിച്ചു. അപ്പോ അദ്ദേഹം ചിന്തിക്കുകയാണ്, ദാഹിച്ച് വെള്ളം കുടിക്കാൻ ഞാൻ എവിടെന്നെങ്കിലും വീട്ടിൽ, അന്ന് പഴയ കാലത്ത് ഏതെങ്കിലും വീട്ടിൽ വെള്ളം ചോദിച്ച് വെള്ളം കുടിക്കാനായിട്ട് ആ സമയം നഷ്ടമായി പോകും. അതുകൊണ്ട് അദ്ദേഹം അത് വകവയ്ക്കാതെ നടന്നു. വിശന്നപ്പോൾ ചിന്തിച്ചു, ഞാനിപ്പോൾ ആഹാരം കഴിക്കാനായിട്ട് എവിടെയെങ്കിലും കയറിയാൽ അല്ലെങ്കിൽ കയ്യിൽ എന്തെങ്കിലും ആഹാരം ഉണ്ടെങ്കിൽ അത് കഴിക്കാനായിട്ട് എടുത്താൽ സമയം പോകും, എനിക്ക് അത്രയും നഷ്ടമാണ്. എത്രത്തോളം ഞാൻ നടക്കുന്നു അത്രത്തോളം എൻ്റെ സ്വന്തമായി തീരും. ഒരു സെക്കൻഡ് പോലും എനിക്ക് പാഴാക്കാനില്ല. ഇന്ന് ഒരു ദിവസമേ ഉള്ളൂ. സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് എത്ര ദൂരം ഞാൻ പോകുന്നു അത്രയും എൻ്റെ സ്വന്തമായി തീരും. ഈ അവസരം ഇനി ജീവിതത്തിൽ കിട്ടത്തില്ല. ഇന്നൊരു ദിവസം മാത്രമേ ഈ അവസരമുള്ളൂ. ഒടുവിൽ നടന്ന് ആ മനുഷ്യൻ കിലോമീറ്ററുകൾ, മൈലുകൾ സഞ്ചരിച്ച് സായാഹ്നമായപ്പോൾ, സന്ധ്യാവേളയായപ്പോൾ ആ മനുഷ്യൻ എന്ത് ചെയ്തു? സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ ഒന്ന് തിരിഞ്ഞു നോക്കി. കണ്ടെത്താ ദൂരം, അല്ലെങ്കിൽ സഞ്ചരിച്ച വഴികളൊക്കെ അദ്ദേഹത്തിന്റെ ചിന്തയിലേക്ക് വന്നു. ദാഹിച്ച് വിശന്ന് വലങ്ങി അതൊന്നും വകവയ്ക്കാതെ, ക്ഷീണമൊക്കെ വകവയ്ക്കാതെ പരമാവധി വേഗത്തിൽ നടന്നും ഓടിയും താൻ പിന്നിട്ട ദൂരം മുഴുവൻ ഇനി തൻ്റെതാണ്. ഇനിയുള്ള ഈ ഭൂമിയിലെ ജീവിതകാലം മുഴുവനും താനും തൻ്റെ തലമുറകളും അതെല്ലാം അനുഭവിക്കാൻ പോകുകയാണ് എന്ന ചിന്ത അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ അവിടെ കുഴഞ്ഞു വീണ് ആ മനുഷ്യൻ മരിച്ചു എന്നുള്ളതാണ് കഥ. ആ കഥയുടെ അവസാനം രാജാവ് പറയുകയാണ്, ആ മനുഷ്യനെ കുഴിച്ചിടാൻ എത്ര സ്ഥലം വേണം? അത് ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ, അയാൾക്ക് സൗജന്യമായി കൊടുത്തേക്കു. ഒടുവിൽ 6 അടി മണ്ണ് മാത്രമാണ് അയാൾക്ക് സ്വന്തമായി കിട്ടിയത് എന്ന് പറഞ്ഞാണ് കഥ അവസാനിക്കുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഈ മനുഷ്യൻ ഒരു ദിവസം കൊണ്ട് നടന്നതിന് പകരം നമ്മൾ ഒരു ആയുഷ്കാലം മുഴുവനും നടക്കുകയാണെന്നുള്ള വ്യത്യാസമേ പല വിഷയങ്ങളിലും ഉള്ളൂ, അല്ലെ? പലപ്പോഴും നമ്മൾ ആഹാരം വേണ്ടെന്ന് വയ്ക്കുന്നു, വെള്ളം വേണ്ടെന്ന് വെക്കുന്നു എപ്പോഴും. അല്ലെങ്കിലും സ്വന്തം ആരോഗ്യം നോക്കുന്നില്ല, മറ്റു ബന്ധങ്ങൾ നോക്കുന്നില്ല. എല്ലാറ്റിലും ഒരു ആത്മീയരായ നാം കൂട്ടായ്മയുടെ പ്രാധാന്യം, ദൈവത്തെ ആരാധിക്കുന്നതിന്റെ പ്രാധാന്യം, ദൈവവചനം പഠിക്കുന്നതിന്റെയും അതിൽ നിലനിൽക്കുന്നതിന്റെയും പ്രാധാന്യം, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്ത് നിത്യതയിൽ പ്രതിഫലം ലഭിക്കുന്ന അതിനുവേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിന്റെ പ്രാധാന്യം ഒക്കെ ഈ ജീവിത ഓട്ടത്തിൽ മറന്ന് നമ്മൾ പലപ്പോഴും പോവുകയാണ്.
ഇടയ്ക്കിടയ്ക്കൊക്കെ പാസ്റ്റർമാരോ അല്ലെങ്കിൽ ദൈവവചനം വായിക്കുമ്പോഴോ അല്ലെങ്കിൽ പണ്ടെങ്ങാനും കേട്ട ദൂതുകളും വാഗ്ദത്തങ്ങളും ഒക്കെ ഒന്ന് ഓർക്കുമ്പോൾ ഇടയ്ക്ക് മനസ്സിലേക്ക് ചിന്ത വരാറുണ്ടെങ്കിലും അത് നിമിഷങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ദിവസങ്ങൾ കഴിയുമ്പോൾ ആ ഉണർവെല്ലാം നഷ്ടമായി വീണ്ടും നമ്മൾ പഴയപടി ഈ ലോകത്തിൽ ഓടുകയാണ്, അധ്വാനിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ അതെല്ലാം ഇവിടെ നമ്മൾ വിട്ടേച്ച് പോകുമെന്നതാണ് സത്യം എന്നുള്ളത് മറന്നു പോകരുത്. ഇടയ്ക്കിടയ്ക്ക് അത് ഓർക്കുന്നത് നല്ലതാണ്. ഞാൻ പറഞ്ഞത് മരണം എല്ലാവർക്കും നഷ്ടമാണ്, അല്ലെ? മനുഷ്യനെ സംബന്ധിച്ച് ഭൂമിയിൽ മരണം നഷ്ടമാണ്. മരിക്കുന്നതോടുകൂടെ അവന്റെ ശരീരം പോലും നഷ്ടമാവുകയാണ്, അല്ലെ? ഈ ശരീരം തന്നെ നഷ്ടമാവുകയാണ്. ഇത്രയും കാലം പോറ്റി പുലർത്തിയ ശരീരം പോലും നഷ്ടമാവുകയാണ്. പണ്ട് ഒരു നാടകഗാനം, ഞാൻ ആ നാടകഗാനം പാടാനല്ല, വരികൾ ഓർക്കുന്നത് ഒരു ഫിലോസഫിക്കൽ സോങ് ആയതുകൊണ്ട് നിങ്ങൾ ആരും അതുകൊണ്ട് തന്നെ അനാത്മീയനാണെന്ന് വിലയിരുത്തരുത്. റേഡിയോയിലൊക്കെ പണ്ട് കേട്ടിട്ടുള്ള ഒരു പഴയ അപ്പച്ചന്റെ ശബ്ദം ഇങ്ങനെ മുഴങ്ങി കേട്ടിട്ടുള്ള ഒരു പാട്ടിന്റെ വരികൾ ഇങ്ങനെയാണ്: തിലകം ചാർത്തിയും ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ. അതിന്റെ അർത്ഥം ഇതാണ്: കുറി തൊട്ട്, നമ്മുടെ നാട്ടിലെ സംസ്കാരം അനുസരിച്ച് കുളിച്ച് കുറിയൊക്കെ തൊട്ട് തലമുടിയൊക്കെ നല്ല സ്റ്റൈലിന് ചീകി, ഇന്നത്തെ കാലത്താണെങ്കിൽ അന്ന് കളറിംഗ് ഒന്നും ഇല്ല, കളറൊക്കെ ചെയ്ത് മനോഹരമാക്കി പലനാൾ പോറ്റിയ പുണ്യശിരസെ. ഞാൻ ഈ മുഖത്തിന്റെ സൗന്ദര്യം, മുഖത്തിന്റെ ആകർഷകത്വം ഒക്കെ നിലനിർത്താനായിട്ട് എന്തൊക്കെ ചെയ്ത് ഇതിനെ പുലർത്തിയതാണ്. എന്നാൽ അടുത്ത വരി ഇങ്ങനെയാണ്: ഉലകം വെല്ലാൻ ഉഴറിയ നീ പോയി. ലോകം മുഴുവനും പിടിച്ചടക്കാനായിട്ട് സഞ്ചരിച്ച നീ, ഈ തല കൊണ്ടേ ലോകം മുഴുവൻ പിടിച്ചടക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടി. ആരെയൊക്കെ തോപ്പിക്കണം, ആർക്കൊക്കെ പണി കൊടുക്കണം, ആരോടൊക്കെ പ്രതികാരം ചെയ്യണം, എന്തൊക്കെ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ച നീ പോയി വിലപിടിയാത്തൊരു തലയോടായോ. അതെല്ലാം പോയി. ഇപ്പോൾ മരിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി മാറി? വിലയില്ലാത്ത ഒരു സ്കള്ളായി, ഒരു തലയോട്ടിയായി മാറി. മനുഷ്യ ജീവിതത്തിന്റെ ആ അർത്ഥമില്ലായ്മ, മരണത്തോടുകൂടെ എല്ലാം നഷ്ടമായി ശൂന്യമായി തീരുന്ന ഫിലോസഫിക്കലായിട്ടുള്ള ചിന്താഗതിയാണ് അതിന്റെ വരികളിലുള്ളത്. മറുവശത്ത് ഞാൻ പറഞ്ഞത്, മരണം എല്ലാവർക്കും നഷ്ടമാണ്. അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചപ്പോൾ വെട്ടിപ്പിടിച്ച ലോകം മുഴുവൻ, ലോകത്തെ ഏറ്റവും മംഗോളിയൻ എംപയർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സാമ്രാജ്യം പടുത്തുയർത്തിയ അലക്സാണ്ടർ ചക്രവർത്തി, ഒറ്റയ്ക്കൊരു വലിയ സാമ്രാജ്യം പടുത്തുയർത്തിയ അലക്സാണ്ടറിന്റെ മരണം അദ്ദേഹത്തിന് വലിയ നഷ്ടമാണ്. 4 സൈന്യാധിപന്മാർക്ക് വേണ്ടി അതെല്ലാം വിട്ടുകൊടുത്തിട്ട് അദ്ദേഹത്തിന് യാത്ര പറയേണ്ടി വന്നു. ഇങ്ങനെ ആരുമായിക്കൊള്ളട്ടെ, ലോകം കണ്ട ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരോ, ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്തിയവരോ, ലോകത്തെ കീഴ്മേൽ മറിച്ച കാൾ മാർക്സിനെ പോലുള്ള തത്വചിന്തകന്മാരോ, ആരുമായിക്കൊള്ളട്ടെ, എല്ലാവരുടെയും നഷ്ടം അവർക്കും ലോകത്തിനും നഷ്ടമാണ്, അല്ലെ? മരണം അവർക്കും ലോകത്തിനും അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും നഷ്ടമാണ്. ഇവിടെ ഒരാൾ പറയുകയാണ്, എനിക്കും മരണം ലാഭമാണെന്ന്. എന്തൊരു വ്യത്യസ്തമായ ചിന്താഗതിയാണ് ഇത് പറയാനായിട്ട് ആർക്കാ കഴിയുന്നത്? ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തു ജീവിതമായിരിക്കുന്ന, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്ന ഒരുവന് മാത്രം പറയാൻ കഴിയുന്ന പദമാണ് മരണം എനിക്ക് ലാഭമെന്ന്. ഹല്ലേലൂയ. ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന, ലോകത്തിന് വേണ്ടി ചിന്തിക്കുന്ന, അതൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അവരുടെയൊക്കെ സംഭാവനകളാണ് നമ്മൾ അനുഭവിക്കുന്ന ടെക്നോളജിയും മറ്റ് സൗകര്യങ്ങളും ഒക്കെ അവരുടെയൊക്കെ കഠിനാധ്വാനവും സംഭാവനകളും ഒക്കെയാണ്. അതൊക്കെ നന്ദിയോടെ അനുസ്മരിക്കുന്നു, ഓർക്കുന്നു. എന്നാൽ അതിന്റെ മറുവശം ഞാൻ പറയുകയാണ്, മരണം ബാക്കി എല്ലാവർക്കും നഷ്ടമായിരിക്കുമ്പോൾ ഇവിടെ ഒരാൾ പറയുകയാണ്, എനിക്ക് മരണം ലാഭമാണ്, ഗെയിനാണ്. എനിക്ക് ലാഭമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഞാൻ പറഞ്ഞത് ഒരൊറ്റ കാരണം: ജീവിച്ചത് ക്രിസ്തുവിന് വേണ്ടി, ജീവിതം ക്രിസ്തുവിന് വേണ്ടി, ജീവൻ ക്രിസ്തു. അങ്ങനെ ആയതുകൊണ്ട് ഒരുവൻ പറയുകയാണ്, എനിക്ക് മരിക്കുന്നത് ലാഭമാണ്. കാരണം എന്താ? മരിച്ചാൽ അതോടുകൂടെ എനിക്കെല്ലാം അവസാനിക്കുകയല്ല, മരണം കൊണ്ട് എനിക്കെല്ലാം അവസാനിക്കുകയല്ല. ബാക്കി എല്ലാവർക്കും മരണം കൊണ്ട് ഈ ലോകത്തിലെല്ലാം അവസാനിക്കും. പ്രൈസ് ദി ലോർഡ്. എന്നാൽ മരണം ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് പൗലോസ് അപ്പോസ്തലന്റെ ചിന്താഗതിയിൽ അദ്ദേഹം പറയുകയാണ്, പോൾ ന്യൂ ദാറ്റ് ഡെത്ത് വാസ് നോട്ട് എ ഡിഫീറ്റ് ടു ദ ക്രിസ്ത്യൻ. ക്രിസ്ത്യാനിക്ക് മരണം ഒരു പരാജയമല്ല. ക്രിസ്തുവിന് മരണം പരാജയമായിരുന്നോ? അല്ല. ക്രിസ്തുവിന്റെ മരണം ജയകാഹളം മുഴങ്ങുന്നതായിരുന്നു. കാൽവരി ക്രൂശിൽ സാത്താനെയും അവന്റെ ആയുധവർഗം വൈപ്പിച്ചുകൊണ്ട് മരണത്തെയും പാതാളത്തെയും ജയിച്ചുകൊണ്ട്, മരണമേ നിന്റെ വിഷമുള്ള എവിടെ, നിന്റെ ജയം എവിടെ, പാതാളമേ നിന്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ച ഒരു മരണമാണ് കാൽവരി ക്രൂശിൽ ജയകാഹളം മുഴക്കിയ മരണമാണ് ക്രിസ്തുവിന്റേതെങ്കിൽ, ക്രിസ്ത്യാനിയുടെ മരണവും അവന് പരാജയമല്ല, അവന് ലാഭമാണ്, ജയമാണ്. ഇറ്റ് ഈസ് മിയർലി എ ഗ്രാജുവേഷൻ ടു ഗ്ലോറി.
നെറ്റ് ഗെയിൻ ഫോർ ദ ക്രിസ്ത്യൻ. പ്രൈസ് ദി ലോർഡ്. അവനെ ഒരു മഹത്വത്തിലേക്കുള്ള ഉയർച്ചയാണ് ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ മരണം എന്ന് പറയുന്നത്. അവന്റെ ക്രിസ്ത്യാനിക്ക് അവന്റെ മരണത്തിന് അവന്റെ ലാഭം കൈവരുന്ന നിമിഷമാണ് മരണമെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ മരണം, പൗലോസ് പറയുകയാണ് ഞാൻ മരിക്കുകയാണെങ്കിൽ എനിക്കത് ലാഭമെന്ന് പറയാൻ രണ്ട് കാരണങ്ങൾ, തന്റെ പ്രധാനമായ രണ്ട്, ഒത്തിരി പറയാനുണ്ട്, പക്ഷെ രണ്ട് പ്രധാന കാരണങ്ങൾ. ഒന്ന്, ഫസ്റ്റ് ഹിസ് ഡെത്ത് ഫോർ ദ കോസ് ഓഫ് ക്രൈസ്റ്റ് വുഡ് ഗ്ലോറിഫൈ ജീസസ് ആൻഡ് ദാറ്റ് വാസ് ഗെയിൻ. താൻ മരിച്ചാൽ, തന്റെ മരണം സംഭവിച്ചാൽ ആ മരണം യേശുവിന് മഹത്വ കാരണമായി തീരും. പൗലോസിന് അറിയാം തടവറയിലാ കഴിയുന്നത്. ഒരുപക്ഷെ ഇപ്പോൾ മരിക്കണമെങ്കിൽ എന്നെ ഈ തടവറയിൽ നിന്ന് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടണം, രക്തസാക്ഷിയാകണം, യേശുവിന് വേണ്ടി രക്തസാക്ഷിയാകണം. പൗലോസ് പിന്നീട് ഈ എഴുതുന്ന തടവറയിൽ നിന്ന് പുറത്തു വന്നെങ്കിലും പിന്നീട് വീണ്ടും പൗലോസ് അപ്പോസ്തലൻ അറസ്റ്റ്, കുറെ വർഷങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്യപ്പെട്ട് മറ്റൊരു റോമൻ ചക്രവർത്തിയായ നീറോ തന്നെ ശിരച്ഛേദം ചെയ്യിച്ച് കൊന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പോൾ പൗലോസിനെ സംബന്ധിച്ച് തന്റെ മരണം രക്തസാക്ഷിത്വ മരണമായിരിക്കും. ഇനി ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇനി രക്തസാക്ഷിത്വം അല്ലെങ്കിൽ തന്നെയും അവന്റെ മരണം കർത്താവിന് മഹത്വം ഉണ്ടാകുന്നതാണ്. അല്ലെ? സംശയമുണ്ടോ? നമുക്ക് നമ്മുടെ മരണം കർത്താവിന് മഹത്വം ഉണ്ടാകുന്നതാണ് എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട്? പ്രൈസ് ദി ലോർഡ്. യേശുവിൽ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് നാം മരിച്ചാലും ആർക്ക് വേണ്ടിയാണ്? ക്രിസ്തുവിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. യേശുവിന് വേണ്ടിയാണ്. ഒരു ക്രിസ്ത്യാനി മരിക്കുമ്പോൾ സാധാരണഗതിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത്? അവന്റെ ഒരു അടക്കം, സാധാരണഗതിയിലുള്ള മരണത്തിന് അടക്കം ക്രമീകരിക്കാറുണ്ട്, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ അടക്കത്തിന് ഒത്തിരി അവനെ കുറിച്ച് സാക്ഷ്യങ്ങൾ പറയും, ഒത്തിരി നല്ല കാര്യങ്ങൾ പറയും. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ഷിബു പാസ്റ്റർ, ഒക്ലഹോമയിലെ ഷിബു പാസ്റ്റർ പറഞ്ഞിട്ടുള്ള കാര്യം ഇടയ്ക്ക് പറയാറുണ്ട്. നമ്മൾ മരിക്കുമ്പോൾ നമ്മളെ കുറിച്ച് ആൾക്കാർ കള്ളം പറയാനായിട്ട് അവസരം കൊടുക്കാതിരിക്കാൻ ഇന്ന് വല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. അല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ആളിനെ കുറിച്ച് എങ്ങനെയാ മോശം പറയുന്നത് വിചാരിച്ച് അവിടെ വന്ന് ആരും പറയത്തില്ല. ഇവൻ 100 പേർക്ക് പണി കൊടുത്ത പുള്ളിയാണ്, 50 പേരെ തെറിപ്പിച്ച കക്ഷിയാണ്, 25 പേരെ വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ കാരണമായി തീർന്ന ആളാണ് എന്നൊന്നും അവിടെ നിന്ന് പറയാൻ പറ്റത്തില്ല. അവിടെ വെച്ച് പറയുന്നത് അയ്യോ ഇതൊരു നല്ല മനുഷ്യനായിരുന്നു, ഇതുപോലൊരു മനുഷ്യനെ ലോകം കണ്ടിട്ടില്ല എന്നൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് പറയുമ്പോൾ ശരീരത്തിന്റെ മുമ്പിൽ നിന്ന് കള്ളം പറയാനുള്ള അവസരം കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ 4 നല്ല കാര്യം ചെയ്യാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. എനിവേ, ഇങ്ങനെ ഓർപ്പിച്ചത്, സ്തോത്രം, മരണം ഏത് വിധത്തിലായാലും, അത് സ്വാഭാവിക മരണമായാലും ഒരു ദൈവ പൈതലിന്റെ മരണം അവന് ലാഭമാണ്. അപ്പോൾ തന്നെ അത് ക്രിസ്തുവിന് മഹത്വമാണ്. ക്രിസ്തുവിന് മഹത്വമായി തീരുന്നത് കൊണ്ട് അത് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഒരു ദൈവ പൈതൽ മരിക്കുമ്പോൾ ഞാൻ അടുത്ത കാലത്ത് കണ്ട ഒരു നല്ല കാര്യം അത് മനസ്സിൽ വന്നുകൊണ്ട് പറയുകയാണ്. ഒരു ചർച്ച്, അവരുടെ ചർച്ചിലെ ആരെങ്കിലും വിശ്വാസിയായിരുന്ന, മെമ്പറായിരുന്ന ആരെങ്കിലും മരിച്ചു കഴിയുമ്പോൾ ആ മരണത്തിൽ പങ്കെടുക്കാൻ അവരുടെ ബന്ധുക്കൾ വരും. പലരും രക്ഷിക്കപ്പെടാത്തവരായിരിക്കും. അയൽക്കാർ വരും, നാട്ടുകാർ വരും, അവരെ അറിയാവുന്ന അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ജോലിയിലൊക്കെ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ വരും. ഈ വരുന്നവർക്ക് ഒരു ചെറിയ ഒരു ലീഫ്ലെറ്റ് കൊടുക്കും, ഒരു ചെറിയ ട്രാക്റ്റ്. ആ ട്രാക്റ്റിനകത്ത് ഈ വന്നവർക്ക് നന്ദി പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ മരിച്ച ആളിന്റെ ഒരു മനോഹരമായ ഒരു ഫോട്ടോയൊക്കെ വെച്ച് അതിനകത്ത് ഈ മരിച്ച ആളിന്റെ ലെഗസി, നാട്ടിലൊരു ചർച്ചിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ഇവിടെയൊക്കെ അത് സാധാരണ ആയിരിക്കാം, പക്ഷെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്, ഒരു ചർച്ചിൽ ക്രമീകരിച്ചിരിക്കുന്ന കാര്യമാണ്. അവരെ കുറിച്ച് ഒരു ലീഫ്ലെറ്റിൽ കുറച്ച് കാര്യങ്ങൾ, ഈ വ്യക്തി ഇന്ന വർഷം മരിച്ചു, ഇന്നയാളുടെ മകനായി മരിച്ചു, ഈ വർഷം ജനിച്ചു, ഇന്നയാളുടെ മകനായി ജനിച്ചു അല്ലെങ്കിൽ മകളായി ജനിച്ചു, അവര് ഇന്നയിടത്ത് വിദ്യാഭ്യാസം ചെയ്തു, ഇന്ന ജോലിയിൽ ഏർപ്പെട്ടു, ജോലി പറയാൻ പറ്റുന്ന മീൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്, എന്നാൽ ഈ വ്യക്തിയുടെ, ഈ ആളിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇത്രാമത്തെ വയസ്സിൽ യേശുവിനെ കർത്താവായി സ്വീകരിച്ചതാണ്, രക്ഷിക്കപ്പെട്ടതാണ്, ഇത്രാമത്തെ വയസ്സിൽ സ്നാനമേറ്റതാണ്. അതിനുശേഷം അവർ ഇന്നിന്ന കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്, ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ 2 പേരെ വിശ്വാസത്തിൽ സഭയിലേക്ക് കൂട്ടിവരുത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഈ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞ് അതിന്റെ അവസാനം ഈ ആള് മരിച്ചെങ്കിലും അയാളുടെ ശരീരം മാത്രമാണ് മരിച്ചിരിക്കുന്നത്, അയാളുടെ ആത്മാവ് മരിച്ചിട്ടില്ല, അവരിപ്പോഴും ജീവനോടെ ഉണ്ട്, ആ വ്യക്തി ഇപ്പോഴും ജീവനോടെ ഉണ്ട്, പക്ഷെ ഇവിടെയല്ല, സ്വർഗത്തിൽ ക്രിസ്തുവിന്റെ മുഖം കണ്ട് ആയിരിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾക്കും ഈ പ്രത്യാശ ഉണ്ടാകുവാനായിട്ട് എന്ത് ചെയ്യണം? യേശുവിനെ കർത്താവായി സ്വീകരിച്ച്
ജീവിക്കണമെന്ന് പറഞ്ഞ ഒരു ചെറിയ ലീഫ്ലെറ്റ്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിൽ വളരെ ലളിതമായിട്ട് ചുരുക്കമായിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞൊരു ലീഫ്ലെറ്റ് ആ വ്യക്തിയെ കുറിച്ച് എഴുതി വരുന്ന എല്ലാവർക്കും 10,000 എണ്ണം പ്രിന്റ് ചെയ്ത് എല്ലാവർക്കും അത് വിതരണം ചെയ്യും. ഈ വ്യക്തികൾ ഇതുമായിട്ട് പലർക്കും, ചിലർക്ക് കാര്യം അറിയാം, ചിലർക്ക് അറിയത്തില്ല. പക്ഷേ അവരതുമായിട്ട് വീട്ടിൽ പോകുന്നു, അവരുടെ വീട്ടിലുള്ളവർ വായിക്കുന്നു, ഇനി വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങിയാൽ പോലും അത് കിട്ടുന്നയാൾ വായിക്കുന്നു. ആമേൻ. സുവിശേഷം, യേശുവിന് മഹത്വം, ആ വ്യക്തിയുടെ മരണം കൊണ്ട് യേശുവിന്റെ നാമം മഹത്വപ്പെടുന്നു. അത് ദൈവരാജ്യത്തിന് ലാഭമാണ്. അപ്പൊ ആ വിധത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ മരണം ക്രിസ്തുവിന് മഹത്വം ഉണ്ടാകുന്നത് കൊണ്ട് അത് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഡൈ ഈസ് ഗെയിൻ. മരണം എനിക്ക് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി രണ്ടാമതായിട്ട്, സെക്കൻഡ്, ടു ബി ഇൻ ദ ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് ദ ലോർഡ് വാസ് ഗെയിൻ ഫോർ പോൾ. പൗലോസിനെ സംബന്ധിച്ച് യേശുവിനോട് കൂടെ അക്ഷരാർത്ഥത്തിൽ യേശുവിന്റെ ഇമ്മീഡിയറ്റ് പ്രസൻസിലായിരിക്കുന്നത്. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ഇപ്പോൾ ഞങ്ങൾ തന്റെ സന്നിധി വിട്ടകന്ന് ഈ ശരീരത്തിലായിരിക്കുമ്പോൾ തന്റെ സന്നിധി വിട്ട് ഈ ഭൂമിയിൽ പ്രയാണം ചെയ്യുകയാണെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. ദൈവത്തിന്റെ സന്നിധി, ഒരു ആത്മീയമായി ദൈവ സാന്നിധ്യത്തിന്റെ ഉള്ളിലാണ് നാം ജീവിക്കുന്നത്, ദൈവസന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. പക്ഷെ അക്ഷരാർത്ഥത്തിൽ തന്റെ മുൻപിൽ നിന്ന് നമ്മൾ അകന്ന ഒരു പരദേശ യാത്രയിലാണ്. പക്ഷെ മരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇമ്മീഡിയറ്റ് ആയിട്ട് യേശുവിനോട് കൂടെ ആയിരിക്കുന്നു, യേശുവിന്റെ ഇമ്മീഡിയറ്റ് പ്രസൻസിൽ ആയിരിക്കുന്നു. അത് ലാഭമല്ലേ? ഈ ഭൂമിയിൽ കർത്താവിനെ കാണാൻ കൊതിച്ച് കർത്താവിന് വേണ്ടി ജീവിക്കുന്ന ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് യേശുവിനോട് കൂടെ ആയിരിക്കുന്നത്, ഇമ്മീഡിയറ്റ് പ്രസൻസിൽ ആയിരിക്കുന്നത് ലാഭമാണ്. പൗലോസ് പ്രധാനമായി 2 കാരണങ്ങൾ തന്റെ മരണം ലാഭമാണെന്ന് പറയുന്നതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഇനി അതിന്റെ ഒരു ബോട്ടം ലൈൻ ആയിട്ട് ഇങ്ങനെ പറയാം, only to die for and in Christ is gain, every other death is loss. ഞാൻ ഈ വിഷയം, അല്ലെങ്കിൽ ടു ഡൈ ഈസ് ഗെയിൻ എന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതുപോലെ മറ്റെല്ലാവരുടെയും മരണം നഷ്ടമാണ്. അവർക്ക് നഷ്ടമാണ്, കുടുംബത്തിന് നഷ്ടമാണ്, ലോകത്തിന് നഷ്ടമാണ്, അവരെല്ലാവർക്കും നഷ്ടമാണ്, അവരുടെ ബിസിനസ് സാമ്രാജ്യം എന്തുമായിക്കൊള്ളട്ടെ നഷ്ടമാണ്. പക്ഷേ only to die for and in Christ is gain. ഹല്ലേലൂയ. ലാഭമായി തീരുന്ന ഒരൊറ്റ മരണമേ ഉള്ളൂ. അത് യേശുവിന് വേണ്ടി മരിച്ച് യേശുവിൽ, ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുന്ന, യേശുവിൽ മരിക്കുന്ന മരണം മാത്രമാണ് ലാഭമാകുന്ന, ഗെയിനായിത്തീരുന്ന, നേട്ടമായിത്തീരുന്ന മരണം. എവരി അതർ ഡെത്ത് ഈസ് ലോസ്. മറ്റെല്ലാ മരണവും നഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് സ്തോത്രം, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എ ഫ്യൂ റീസൺസ് ടു ടെൽ ദാറ്റ് ഡെത്ത് ഈസ് ഗെയിൻ ഫോർ എ ക്രിസ്ത്യൻ. ഒരു ക്രിസ്ത്യാനിക്ക് മരണം എന്തുകൊണ്ട് ലാഭം എന്ന് പറയുന്നു? ചില കാരണങ്ങൾ. ഒന്ന്, ലിവിങ് ഇൻ ദ ഇമ്മീഡിയറ്റ് പ്രസൻസ് ഓഫ് ജീസസ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവിന്റെ സ്പിരിച്വൽ പ്രസൻസ് ആണ് നമ്മൾ അനുഭവിക്കുന്നത്, കാണുന്നത്. എന്നാൽ യേശുവിന്റെ ഇമ്മീഡിയറ്റ് പ്രസൻസിൽ നമ്മൾ ആയിത്തീരുന്നു എന്നതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ മരണം ലാഭമാണ്. ഫിലിപ്പിയർ 1:21 പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം. ആമേൻ. അപ്പോൾ യേശുവിന്റെ സാന്നിധ്യത്തിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കുന്നത് കൊണ്ട്, വിട്ടുപിരിഞ്ഞാൽ ഈ ഭൂമി, ഈ ശരീരം വിട്ടുപിരിഞ്ഞാൽ അടുത്ത ക്രിസ്തുവിനോടുകൂടെയാണ് എന്നതുകൊണ്ട് എനിക്ക് ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത് എന്തുകൊണ്ട് ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ മരണം ലാഭമാകുന്നു? വൈ ദ ഡെത്ത് ഓഫ് എ ക്രിസ്ത്യൻ ഈസ് എ ഗെയിൻ ഫോർ ഹിം. നമ്പർ 2, ഗെറ്റിംഗ് ആൻ ഇമ്മോർട്ടൽ ബോഡി. അവന് അമർത്യമായ ഒരു ശരീരം കിട്ടുന്നു. 1 Corinthians chapter 15 അവിടെ ഒത്തിരി വിശദീകരിക്കാനുള്ള കാര്യങ്ങളുണ്ട്. 1 Corinthians 15-ാം അധ്യായം അത് സൂക്ഷ്മമായും വിശദമായും പഠിച്ച് പ്രത്യാശ പ്രാപിക്കേണ്ട ഒരു അധ്യായമാണ്. പൗലോസ് അത് എഴുതുന്ന പശ്ചാത്തലം കൊരിന്ത്യ സഭയിലെ ചിലരെ ഈ ഭൂമി കൊണ്ട് ജീവിതം തീരുകയാണ്, ഇതിനപ്പുറം ഒരു ജീവിതം ഇല്ല എന്നൊക്കെ ചിലർ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, സദൂക്യരുടെയൊക്കെ ചിന്താഗതിയിലേക്ക് കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതിന് പൗലോസ് പറയുന്ന ന്യായവാദങ്ങൾ, അല്ലെങ്കിൽ അതിൽ നിന്ന് അവരുടെ ചിന്തയെ തിരിപ്പിച്ച് നിത്യമായ പ്രത്യാശയിലേക്ക് അവരെ നയിക്കാൻ എഴുതുന്ന ഒരു അധ്യായമാണ് 15-ാമത്തെ അധ്യായം. അപ്പോൾ അതിനകത്ത് പൗലോസ് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ മർത്യമായത് അമർത്യമായതിനെ ധരിക്കും, ഈ ദ്രവത്വമുള്ളത് അദ്രവത്വമുള്ളതിനെ ധരിക്കും, ഈ താഴ്ചയുള്ളത് മഹത്വമുള്ളതിനെ ധരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് കുറച്ചുകൂടെ നമ്മുടെ വിഷയവുമായി റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാമ്പത്തികമായ പ്രശ്നങ്ങളില്ലാത്തൊരു ലോകത്ത്, രോഗങ്ങളില്ലാത്തൊരു ലോകത്ത്,
കർത്താവിനോടുകൂടെ നിത്യകാലം വസിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയാണം, ഒരു യാത്ര, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റ്, ഒരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫർ ആണ് മരണം എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഇമ്മോർട്ടലായ ഒരു ശരീരം പ്രാപിക്കുന്നു എന്നതുകൊണ്ട് അത് ലാഭമാണ്. ഹല്ലേലൂയ. അപ്പോ അതിന് ഒത്തിരി പ്രായമായിട്ട് മരിക്കുന്നവര് ഭാഗ്യവാന്മാരാണെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്നാൽ അതിന്റെ മറുവശം, ഇനി ഏത് പ്രായത്തിൽ മരിച്ചാലും ആ നിമിഷം മുതൽ അവൻ എന്ത് ചെയ്യുകയാണ്? ഇമ്മോർട്ടലായ ഒരു ശരീരത്തിന്റെ അവകാശിയായി തീരുകയാണ് എന്നതുകൊണ്ട് അവൻ ഭാഗ്യവാനാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ നമ്മളത് മനസ്സിലാക്കുക, പഠിക്കുക. മൂന്നാമതായിട്ട് അവൻ അവന്റെ നിത്യഭവനത്തിലേക്കാണ് പോകുന്നത്. കൂടാരമാകുന്ന ഈ ഭൗമഭവനം വിട്ട് കർത്താവിനോടുകൂടെ ഇതിന് മീതെ നാം ഒരു സ്വർഗീയമായ ഭവനം, സ്വർഗീയമായ നിത്യഭവനം, ഈ ഭൂമിയിലെ ശരീരമാകുന്ന ഭവനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കൂടാരമാകുന്ന ഭവനം എന്നാണ്. ടെന്റ്, ഒരു ടെന്റ് ആണ് ഈ ശരീരം. ജസ്റ്റ് എ ടെന്റ്. ടെന്റ് എന്ന് പറയുന്നത് കുറച്ച് സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള ഒന്നാണ് ടെന്റ്, അല്ലെ? അല്ലെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഈ ശരീരം വെറും ഒരു ടെന്റ് ആണ്. എന്നാൽ ഈ കൂടാരമാകുന്ന ഭൗമഭവനം, ഭൂമിയിലെ ഈ ടെന്റ് ആകുന്ന ഈ ഭവനം വിട്ടാൽ ഇതിനു മീതെ സ്വർഗീയമായ ഒരു ഭവനം, സ്വർഗീയമായ ഒരു വീട്. അപ്പോൾ അത് നിലനിൽക്കുന്ന ഒരു പദമാണ്. കൂടാരം, മറ്റത് വീട്. ഇത് കൂടാരം, സ്വർഗീയമായത് വീട്. ഉപയോഗിക്കുന്ന വാക്കുകൾ നോക്കുക. ഇതിന് മീതെ ധരിക്കുന്നു എന്നതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്ന മറ്റൊരു ചിന്തയാണ്, ഒരു ക്രിസ്ത്യാനി ഈ ശരീരം വിട്ടാൽ അവന്റെ നിത്യഭവനത്തിലേക്കാണ് അവൻ പ്രവേശിക്കുന്നത്. അത് ശരീരത്തിന് മീതെ ധരിക്കുന്ന സ്വർഗീയ ശരീരമാകുന്ന ഭവനമാകാം, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഉള്ള ഭവനമാകാം. നിത്യഭവനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നതുകൊണ്ട് മരണം ഒരു ദൈവ പൈതലിന് ഉറപ്പായും ലാഭമാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി എൻറ്ററിങ് ഇൻ ടു ഹെവൻലി മാൻഷൻസ്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും വരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യോഹന്നാൻ 14:1-2, 14:1-2 ഓഫ് ഗോസ്പൽ ഓഫ് ജോൺ. നിത്യമായ മാൻഷൻസിലേക്ക്, മലയാളത്തിൽ വാസസ്ഥലം എന്നുള്ളത് ബംഗ്ലാവുകൾ, കൊട്ടാരങ്ങൾ എന്നൊക്കെയുള്ള ആശയത്തിലാണ്. മാൻഷൻസ് മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ, അബ്രഹാം കാത്തിരുന്നത് പോലെ കൂടാരത്തിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമുള്ള നഗരത്തിനായി കാത്തിരുന്നത് പോലെ നിത്യമായ മാൻഷൻസിലേക്ക്, ഹെവൻലി മാൻഷൻസിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ഒരു സംവിധാനമാണ് ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ച്, ക്രിസ്ത്യനെ സംബന്ധിച്ച് മരണം. അതുകൊണ്ട് അവന് ലാഭമാണ്. ഇവിടെ സ്വന്തമായ വീടുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ചെറിയ വീടാണേലും വലിയ വീടാണേലും, അതിനെല്ലാം ഒരു ഭൂകമ്പത്തിന്റെയോ ഒരു വെള്ളപ്പൊക്കത്തിന്റെയോ ഒരു കൊടുങ്കാറ്റിന്റെയോ അല്ലെങ്കിൽ ഒരു പക്ഷേ 50, 60, 70 വർഷത്തിന്റെ ആയുസ്, പോട്ടെ 100 വർഷത്തിന്റെ ആയുസ് ഒക്കെ ഉള്ള വീടുകൾ പരമാവധി, നമുക്കൊക്കെ അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ലെന്ന് ഞാൻ കരുതുകയാണ്. എനിവേ, അങ്ങനെയുള്ള ഈ വീടുമായി കമ്പയർ ചെയ്യുമ്പോൾ സ്വർഗത്തിലെ മാൻഷൻസ്, നിത്യമായ ഭവനം, അടിസ്ഥാനങ്ങളുള്ള നഗരത്തിലെ ഭവനം, അവിടേക്കുള്ള പ്രവേശനമാണ് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരണത്തിലൂടെ സംഭവിക്കുന്നത്. അതുകൊണ്ട് മരണം അവന് ലാഭമാണ്. മറ്റൊന്ന്, ഇറ്റേണൽ റിവാർഡ്സ് കിട്ടുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. ജീവ കിരീടം ഉൾപ്പെടെ നമുക്ക് കിരീടങ്ങളും പ്രതിഫലങ്ങളും ഒക്കെ പ്രാപിക്കുന്നത് അവിടെ ചെല്ലുമ്പോഴാണ്. നിത്യമായ പ്രതിഫലങ്ങൾ പ്രാപിക്കുന്നത് അവിടെ, അല്ലെങ്കിൽ മരണത്തിലൂടെ ഇവിടെ നിന്ന് മാറ്റപ്പെടുമ്പോഴാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ മരണം എന്ന് പറയുന്നതുകൊണ്ട് നിങ്ങൾ വിഷമിക്കുകയോ പേടിക്കുകയോ ചെയ്യരുത്. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ച് മരണത്തെ, ഈ ഫിലിപ്പി ലേഖനം സന്തോഷത്തിന്റെ ലേഖനമാണ്, അല്ലേ? സന്തോഷമുള്ള കാര്യമാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്നത്. മരണം നമുക്ക് വേർപാടിന്റെ ഒരു ദുഃഖമൊക്കെ നമ്മുടെ ബന്ധുക്കൾക്ക്, ചാർച്ചക്കാർക്ക്, നമുക്ക് പ്രിയപ്പെട്ടവരുടെയൊക്കെ മരണം ഉണ്ടാക്കുമെങ്കിലും അതിനപ്പുറത്ത് ഒരു ദൈവവൈതൽ, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് ഈ ലോകത്തിലെ എല്ലാ ആശാപാശങ്ങളുടെയും കെട്ട്, ആശാപാശം അഴിച്ച്, അല്ലെ, ആഗ്രഹങ്ങളുടെ, ആകുലതകളുടെ, ആശങ്കകളുടെ, അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളുടെ ഒക്കെ കെട്ടുകൾ അഴിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക്, നിത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് മരണം എന്ന് പറയുന്നത്. ഇന്ന് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ കൂടെ ആണല്ലോ. അതുകൊണ്ട് ദ റിയൽ ലിബർട്ടി, ദ റിയൽ ഇൻഡിപെൻഡൻസ് ഫോർ എ ചൈൽഡ് ഓഫ് ഗാഡ് ഈസ് he is getting it through his death. തന്റെ മരണത്തിലൂടെ എന്നേക്കുമുള്ള നിത്യമായ സ്വാതന്ത്ര്യം. യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ തന്നെ നമുക്ക് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടി. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, പിശാചിന്റെ ആധിപത്യത്തിൽ നിന്ന്, പാരമ്പര്യത്തിന്റെ മുഖത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിന്റെ എല്ലാവിധത്തിലുള്ള ശാപങ്ങളിൽ നിന്നും
നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലിബറേറ്റർ ദ വേൾഡ് ദ ഹിസ്റ്ററി ഹാസ് എവർ സീൻ. ഏറ്റവും വലിയ വിമോചകൻ ആര്? യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തു വിമോചനം നൽകിയത് അന്നത്തെ തന്റെ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴുള്ള കാലഘട്ടത്തിൽ മാത്രമല്ല, ഇന്നും ക്രിസ്തു സ്വാതന്ത്ര്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളെ, പതിനായിരങ്ങളെ ലോകത്തിന്റെ എല്ലാ വൻകരകളിലും വിവിധ നിലകളിൽ ദൈവവചനത്തിലൂടെ, ആത്മാവിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങളിലൂടെ, അന്ധവിശ്വാസത്തിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, തെറ്റായ പ്രവണതകളിൽ നിന്ന്, അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും സമൂലമായ സ്വാതന്ത്ര്യം യേശു എന്നും വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് ഇനി ഒരിക്കലും ഒന്നിനും തന്നെ പിടിച്ചടക്കാൻ കഴിയാത്ത, ജയിലിൽ അടയ്ക്കാൻ കഴിയാത്ത, അടിമയാക്കാൻ കഴിയാത്ത ഉറപ്പായ നിത്യമായ സ്വാതന്ത്ര്യത്തിലേക്കുള്ള പ്രവേശനമാണ് അവന്റെ മരണത്തിലൂടെ സംഭവിക്കുന്നത്. ഹല്ലേലൂയ. അവിടെ എന്തുണ്ട്? പ്രതിഫലങ്ങളുണ്ട്. എന്തിനൊക്കെ പ്രതിഫലങ്ങളുണ്ട് എന്നുള്ളത് വലിയൊരു ചിന്താഗതിയാണ്. നമ്മൾ ഈ കൂടി വന്ന് സമയം ചെലവിടുന്നതിന് പോലും പ്രതിഫലമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ സ്തുതിക്കുന്നതിന് പ്രതിഫലമുണ്ട്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളം കുടിക്കാൻ കൊടുത്താൽ, പച്ചവെള്ളമേ, നമ്മളവും കൊണ്ടുവന്നതല്ല ഈ ലോകത്തിലേക്ക്, പച്ചവെള്ളം യേശു കർത്താവിന്റെ നാമം നിമിത്തമാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. ഒരു ചെറിയവനെന്ന് വെച്ച് ഒരുവനെ ആദരിച്ചാൽ അതിന് പ്രതിഫലമുണ്ട്. കർത്താവിന്റെ നാമത്തിൽ ചെയ്യണം എന്നുള്ള കണ്ടീഷനേ ഉള്ളൂ. യേശു കർത്താവിന്റെ നാമനിമിത്തം, യേശു കർത്താവിന്റെ നാമത്തിൽ നാം സഹിക്കുന്നതിന് പ്രതിഫലമുണ്ട്. സഹിച്ചാൽ കൂടെ വാഴും. ടോളറേറ്റ് ചെയ്യുന്നതിന്, സഫർ ചെയ്യുന്നതിന്, കഷ്ടം അനുഭവിക്കുന്നതിന് പ്രതിഫലമുണ്ട്. ഞൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം അനവധിയായ നിത്യ തേജസ്സിന്റെ ഘനം നമുക്ക് തരുന്നു. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നിത്യമായ പ്രതിഫലങ്ങൾ, ഒരു ദൈവപൈതൽ രക്ഷിക്കപ്പെടുന്ന സമയം തുടങ്ങി അവന്റെ മരണം വരെ കർത്താവിന്റെ നാമനിമിത്തം സഹിച്ചതിനും ചെയ്തതിനും, അവൻ അനുഭവിച്ചതിനും പ്രവർത്തിച്ചതിനും എല്ലാം പ്രതിഫലം പ്രാപിക്കാനുള്ള ഒരു മുഖാന്തരം, അതിലേക്കുള്ള പ്രവേശന വാതിലാണ് ഒരു ദൈവപൈതലിനെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത്. അപ്പൊ മരണം ലാഭമാണോ ദൈവപൈതലിന്? അതെ. അതുകൊണ്ട് ആരും പെട്ടെന്ന് മരിച്ചു കളയാമെന്ന് ചിന്തിക്കരുത്. എന്നാ പിന്നെ ഇത്രയും കേട്ടതല്ല, ഇപ്പൊ തന്നെ മരിച്ചു കളയാമെന്ന് ആരും ചിന്തിക്കരുത്. ആത്മഹത്യയെ കുറിച്ചല്ല പറയുന്നത്. ഒരു ദൈവപൈതലിന് അവന്റെ മരണം വരെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. മേക്ക് ഷുവർ യു ആർ നോട്ട് even giving a small space for the thought of suicide. ആത്മഹത്യക്ക് ഒരു ചെറിയ എന്നാൽ എനിക്ക് മടുത്തു. ഏലിയാവിന് നിരാശ വന്നപ്പോൾ പോലും ഇനി എനിക്ക് മരിച്ചാൽ മതി കർത്താവേ എന്ന് കർത്താവിനോടാണ് പറയുന്നത്. എന്നാൽ ഞാൻ അങ്ങ് ഒടുക്കിക്കളയാമെന്ന് പറയുന്നില്ല. ഒരു ദൈവപൈതലിന്റെ ഒരു എക്സ്ട്രീം ഡിസപ്പോയിന്റ്മെന്റിന്റെ സമയത്ത് പോലും അവൻ എന്ത് പറയണം? കർത്താവേ, നിന്റെ കൃപ എനിക്ക് തരണം. ഏലിയാവ് പറഞ്ഞതുപോലെയും പറയാൻ നമുക്ക് അനുവാദമില്ല കേട്ടോ. അങ്ങനെയും പറയരുത്. കർത്താവ് തന്ന ജീവിതമാണ്. ദൈവം എത്ര നാൾ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ അവസരവും അനുവാദവും തരുന്നോ അതുവരെ കർത്താവിനായി ജീവിക്കുക. പ്രൈസ് ദി ലോർഡ്. ഒരു ഭക്തൻ ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഒരു നിമിഷം മതി, പക്ഷെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ ഒരു ആയുസ് മുഴുവനും വേണം. അത് എളുപ്പമുള്ള കാര്യമല്ല. മരിക്കാനായിട്ട് നമ്മൾ മരണത്തെക്കുറിച്ച് പേടിയില്ലെങ്കിൽ മരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞത് സ്വയം മരിക്കുന്നതല്ല, സ്റ്റിൽ തല ഗളച്ഛേദം ചെയ്തു അല്ലെങ്കിൽ പീഡനം, ആ സമയം മരണ സമയത്ത് ശരീരത്തിന് ഏൽപ്പിക്കുന്ന മുറിവുകൾ, വേദനകൾ, ആ വേദന ആ നിമിഷം കൊണ്ട് തീരും, ആ സമയം കൊണ്ട് കഴിയും. മരിക്കാൻ ഒരു നിമിഷം മതി, പക്ഷേ ജീവിക്കാൻ അതിനൊരു ആയുസ് മുഴുവനും വിശ്വസ്തയോടെ നിലനിൽക്കണം, ദൈവവചനത്തിൽ നിലനിൽക്കണം, വിശുദ്ധിയിൽ നിലനിൽക്കണം. അതിന് വലിയ കൃപ ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോ കർത്താവിനായി ദൈവം നൽകുന്ന ആയുഷ്കാലം മുഴുവനും ഈ ഭൂമിയിൽ വിശ്വസ്തയോടെ ഓരോ സപ്പോസം പറഞ്ഞതുപോലെ ജീവിക്കുന്നത് ക്രിസ്തു. അങ്ങനെയെങ്കിൽ, അങ്ങനെ ജീവിച്ചാൽ എപ്പോൾ മരിക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട, ആശങ്കപ്പെടേണ്ട. ഇന്നായിക്കൊള്ളട്ടെ, നാളെ ആയിക്കൊള്ളട്ടെ, 50 വർഷം കഴിഞ്ഞായിക്കൊള്ളട്ടെ, നിങ്ങൾ എല്ലാവരും 150 വയസ്സ് വരെ ജീവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. ഇനി എന്നും ആയിക്കൊള്ളട്ടെ, മരണം അത് നിത്യസ്വാതന്ത്ര്യത്തിലേക്കുള്ള, ക്രിസ്തുവിന്റെ സന്നിധിയിലേക്കുള്ള, ഇവിടെ ചെയ്ത കർത്താവിന് വേണ്ടി ചെയ്ത, കർത്താവിന്റെ നാമനിമിത്തം ചെയ്ത സകലത്തിനും, ക്രിസ്തുവിനായി ജീവിച്ചതിനുൾപ്പെടെ പ്രതിഫലം പ്രാപിക്കാനുള്ള പ്രവേശന കവാടമാണ് ഒരു ദൈവപൈതലിന്റെ മരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലനെ പോലെ മരണം നമുക്ക് നഷ്ടമല്ല, മരണം നമുക്ക് ലാഭമാണ് എന്ന് പറയുവാനായിട്ട് ആ ഉറപ്പും ചിന്തയും നമ്മെ ഭരിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഒരു വാക്യം കൂടെ പെട്ടെന്ന് ഞാൻ 22-ാം വാക്യത്തിലേക്ക് കൂടെ
ശ്രദ്ധയെ കൊണ്ടുവന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ഇന്ന് നിർത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ലോർഡ്. 1-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇങ്ങനെ നമുക്ക് ആ വാക്യം കാണാം. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എന്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏതു തെരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. പോൾ ഈസ് ഇൻ എ ഡിലമ ഹിയർ. ഒരു 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 ആശങ്കയിലാണ്, ഒരു ത്രിശങ്കുവിലാണ് പൗലോസിന്. ബട്ട് അദ്ദേഹം പറയുന്നത്, ബട്ട് ഇഫ് ഐ ലീവ് ഐ ക്യാൻ ഡു മോർ ഫ്രൂട്ട്ഫുൾ വർക്ക് ഫോർ ക്രൈസ്റ്റ്. സോ ഐ റിയലി ഡോണ്ട് നോ വിച്ച് ഈസ് ബെറ്റർ. ഞാൻ വളരെ സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാനാണ് NLT ട്രാൻസ്ലേഷൻ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ലളിതമായിട്ട് അതിന്റെ അർത്ഥം മനസ്സിലാകുന്ന വിധത്തിൽ അത് ഇന്റർപ്രറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട്, മറ്റു വേർഷൻസും മലയാളമൊക്കെ അതിന്റെ പൗലോസിന്റെ ആ ഒരു ക്ലാസിക്കൽ ശൈലിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തെരഞ്ഞെടുക്കേണ്ടു എന്ന് ഞാൻ അറിയുന്നില്ല. ഒരു വല്ലാത്ത ധർമ്മസങ്കടത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ. എന്താ കാരണം? എനിക്ക് മരിക്കുന്നത് ലാഭമാണ്, പക്ഷേ ജീവിക്കണമോ മരിക്കണമോ എന്ന് തെരഞ്ഞെടുക്കാൻ ഒരവസരം തന്നാൽ, ജീവിക്കണമോ തെരഞ്ഞെടുക്കണമോ മരിക്കണം എന്ന ഇതിലേത് വേണമെന്ന് തെരഞ്ഞെടുക്കാൻ കർത്താവ് എനിക്കൊരു അവസരം തരികയാണെങ്കിൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല. കാരണം മരിക്കുന്നത് എനിക്ക് ലാഭമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം എൻ്റെ പ്രവർത്തന അധ്വാനത്തിന് ഫലം ഉണ്ടാകുന്നെങ്കിൽ, ആ ഒരു വിഷയം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ മരിക്കണോ ജീവിക്കണോ എന്ന് കർത്താവ് എനിക്കൊരു ചോയ്സ് തന്നാൽ ഏത് തെരഞ്ഞെടുക്കണമെന്ന് അറിയാത്തൊരു ധർമ്മസങ്കടത്തിൽ ഞാൻ ആയിപ്പോകുന്നത്. ഇവിടെ ജഡത്തിൽ എന്ന പദത്തെ തെറ്റിദ്ധരിക്കരുത്. പാപത്തിൽ ജീവിക്കുന്ന, പാപ സ്വഭാവം ചെയ്ത് ജീവിക്കുന്നതിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്, ശരീരത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ്. ഫ്ലഷ് എന്നുള്ള വാക്ക് കോണ്ടെക്സ്റ്റലി വേണം മനസ്സിലാക്കാനായിട്ട്. നിങ്ങൾ ജഡപ്രകാരം ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിലോ ജീവിക്കും എന്ന് പറയുന്നുണ്ട്. അത് ജഡപ്രകാരം ജീവിക്കുന്നതാണ്, ലിവിങ് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ലീവ് ഇൻ ദ ഫ്ലഷ് ആണ്. പൗലോസ് അപ്പോസ്തലൻ ജഡത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ്, ശരീരത്തിൽ ജീവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് അവിടെ ഒരു തെറ്റിദ്ധാരണയുടെ ആവശ്യമില്ല ആ പദത്തിന്. പ്രൈസ് ദി ലോർഡ്. ഇനി ജഡത്തിൽ ജീവിക്കുമ്പോൾ തന്നെ പൗലോസിന്റെ ഉദ്ദേശം എന്താണ്? ലിവിങ് ഇൻ ദ ഫ്ലഷ് ഓൺലി ടു വർക്ക് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണ്, വേറെ ഒരു താല്പര്യം എനിക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം മെൽബണിൽ ഫുഡ് ഫെസ്റ്റിവൽ നടന്നപ്പോഴേക്കും അന്നൊരു സ്പെഷ്യൽ ഡിഷ് വന്നത് എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അടുത്ത വർഷത്തെ ഫുഡ് ഫെസ്റ്റിവലിന് ആ ഡിഷ് വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് മരിച്ചാൽ കൊള്ളാം എന്ന ആഗ്രഹമല്ല പൗലോസിനുള്ളത്. ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാകുന്നുണ്ടോ? ഈ ഭൂമിയിലെ ഒരു കാര്യങ്ങളെയും കുറിച്ചുള്ള ഇനി എന്തെങ്കിലുമൊക്കെ ഇവിടെ ആസ്വദിക്കണം, ഇവിടെ മറ്റെന്തെങ്കിലുമൊക്കെ നേടണം, ഇങ്ങനെയുള്ള ഒരാഗ്രഹവുമല്ല. ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒറ്റ കാരണം മാത്രം, ഒറ്റ ലക്ഷ്യം മാത്രം, യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അതിന്റെ മറ്റൊരു വശം, ഇഫ് ഐ ആം നോട്ട് ഫ്രൂട്ട്ഫുൾ ഫോർ ക്രൈസ്റ്റ് ഐ നോ ലോങ്ങർ വാണ്ട് ടു ബി ഇൻ ദ ഫ്ലഷ്. യേശുവിന് വേണ്ടി ഫലം കായ്ക്കുന്നില്ലെങ്കിൽ എനിക്ക് ഈ ജഡത്തിൽ ജീവിക്കേണ്ട ഒരു കാര്യവുമില്ല, ഒരാവശ്യമില്ല, ഞാനത് ആഗ്രഹിക്കുന്നുമില്ല. യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. And Paul is very sure that if he is in the flesh, he will work for Christ. പൗലോസ് ഉറപ്പിച്ചു പറയുകയാണ്, ആവർത്തിച്ചു പറയുകയാണ്, തീരുമാനമെടുത്ത് പറയുകയാണ്, ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുന്നെങ്കിൽ എന്തിനായിരിക്കും ജീവിക്കുന്നത്? യേശുവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ജീവിക്കുന്നത്. ഇവിടെ വിട്ടുപിരിഞ്ഞാൽ, മരിച്ചാൽ, യേശുവിനോടൊപ്പമായാൽ, that will end all sufferings. But being in flesh will make more fruits for his kingdom. ഈ ശരീരം വിട്ടുപിരിഞ്ഞാൽ എൻ്റെ കഷ്ടങ്ങളൊക്കെ അതോടെ തീർന്നു, എൻ്റെ വേദനകളൊക്കെ അതോടെ തീർന്നു, ഈ ജയിൽവാസം ഉൾപ്പെടെ അതോടെ തീർന്നു. പൗലോസ് പറയുകയാണ്, ബട്ട് ബീയിങ് ഇൻ ഫ്ലഷ് വിൽ മേക്ക് മോർ ഫ്രൂട്ട്സ് ഫോർ ഹിസ് കിങ്ഡം. പക്ഷെ ശരീരത്തിലായിരിക്കുന്നെങ്കിൽ അതിനൊരു മറുവശമുണ്ട്. അത് ക്രിസ്തുവിന്റെ രാജ്യത്തിന് കൂടുതൽ ഫലമുണ്ടാക്കും, കൂടുതൽ പ്രയോജനമുണ്ടാക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ മുന്നിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ഏത് തെരഞ്ഞെടുക്കേണ്ടു എന്നതിനെ കുറിച്ച് ഒരു കൺഫ്യൂഷനിലാണ്, ഒരാശങ്കയിലാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ച് പൗലോസിനുണ്ടായ ഈ കൺഫ്യൂഷൻ ഒരിക്കലും ഉണ്ടാകാൻ ഒരു സാധ്യത
കാണുന്നില്ല. കാരണം പൗലോസിനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നെങ്കിൽ അത് യേശുവിന് വേണ്ടി മാത്രമാണ്. ഞാന് നിങ്ങളെക്കുറിച്ച് പറയുന്ന നിധിക്കരുത്, എന്നെ ഉൾപ്പെടെ പറയുന്നതാണ് കേട്ടോ. പൗലോസും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എത്ര ദൂരത്തിലാണ് പൗലോസിന്റെ നിലവാരവും നിലപാടും എന്നുള്ളത് മനസ്സിലാക്കുക. അത്രമേൽ കർത്താവിനായി ജീവിതം ഒഴിഞ്ഞുവെച്ച, യേശുവിന് വേണ്ടി മാത്രം ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരു മനുഷ്യന്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്, പഠിച്ചത്. ഇതിലെ 1% നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് പകർത്താൻ കഴിഞ്ഞാൽ കർത്താവ് എത്രയധികം സന്തോഷിക്കും, ദൈവരാജ്യത്തിന് എത്രയധികം ഫലമുണ്ടാകും. ഒരാണ്ടിൽ നമ്മുടെ വർക്കിംഗ് ഡേയ്സ്, വർക്കിംഗ് അവേഴ്സ്, നാം ജോലി ചെയ്യുന്നത്, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെലവിടുന്നത്, നമ്മുടെ സ്വകാര്യ ആവശ്യങ്ങൾക്ക്, കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക്, നമ്മുടെ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ മറ്റെന്തിനും വേണ്ടി നമ്മൾ ചെലവിടുന്നതൊക്കെ ഒന്ന് മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്നിട്ട് എത്ര എത്ര മണിക്കൂർ നമ്മൾ ഒരു വർഷം ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവിടുന്നു. ആമേ. എന്നാൽ എത്ര മിനിറ്റ്, എത്ര മണിക്കൂർ ദൈവനാമം നിമിത്തം, ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവത്തിനായി നമ്മൾ മാറ്റിവെക്കാറുണ്ട്. ഞാൻ ജീവിക്കുന്നത് മുഴുവനും എപ്പോഴും ദൈവത്തിനായാണ് ജീവിക്കുന്നത്. അതൊരു വശമാണ്. എന്നാൽ അതിന്റെ മറുവശം ആമേൻ, ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളിപ്പോ ഈ സമയം മാറ്റി വെച്ചിരിക്കുന്നത് പോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കർത്താവിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, ഹല്ലേലൂയ, എത്ര സമയം നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നുണ്ട് ഒരു വർഷത്തിൽ. പൗലോസ് ജീവിതം മുഴുവൻ അതിനു വേണ്ടിയാണ് ഒഴിഞ്ഞു വെച്ചത്. എന്നാൽ ഒരുപക്ഷെ നമുക്ക് കുടുംബമുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ഇവിടെ ജീവിക്കണം, ജോലി കാര്യങ്ങൾ ചെയ്യണം, ഒക്കെ ആവശ്യമാണ്. അതൊന്നും വേണ്ടെന്നല്ല. പക്ഷേ ഈ വിലയേറിയ ജീവിതം, ഇനി ഒരു ജീവിതം കൂടെ ഈ ഭൂമിയിൽ നമുക്കില്ല. അപ്പൊ ഈ ഭൂമിയിൽ വെച്ച് സ്വർഗരാജ്യത്തിൽ നിലനിൽക്കുന്ന ചില പ്രതിഫലങ്ങൾ പ്രാപിക്കാൻ എത്ര സമയം നമുക്ക്, ഒരു ദിവസം, ഒരാഴ്ച, ഒരു മാസം, ഒരു വർഷം, അതിലെത്ര സമയം, എത്ര മിനിറ്റ്, എത്ര മണിക്കൂർ ദൈവത്തിനായി ഡെഡിക്കേറ്റ് ചെയ്ത് മാറ്റിവെക്കാനായിട്ട് നമുക്ക് കഴിയും. അതേ നമ്മളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ മതി. അസാധാരണ അസാമാന്യ കാര്യമൊന്നും ദൈവം ചോദിക്കുന്നില്ല. നമ്മെ കൊണ്ട് കഴിയുന്നത് പോലെ. ഒരു പക്ഷേ നമുക്ക് സംസാരിക്കാൻ അറിയില്ലായിരിക്കും, പക്ഷെ ഒരു ലഘുലേഖ ഒരാൾക്ക് കൊടുക്കാൻ, ഒരു ട്രാക്റ്റ് ഒരാൾക്ക് കൊടുക്കാൻ നമുക്ക് ആർക്കും കഴിയുന്ന കാര്യമാണ്. എല്ലാവർക്കും ഒരേ ടാലന്റ് അല്ല. ഈ ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, പല ധർമ്മങ്ങളാണ്, പല ഉത്തരവാദിത്തങ്ങളാണ്, പല ടാലന്റുകളാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം താഴ്മയോടെ, വിനയത്തോടെ, എളിമയോടെ ദൈവസന്നിധിയിൽ നമുക്കൊന്ന് പറയാം, എൻ്റെ ആയുസ് മുഴുവൻ അങ്ങേക്കായി ജീവിക്കാനുള്ളതാണ്. അങ്ങാണ് എൻ്റെ ജീവൻ, അങ്ങാണ് എൻ്റെ ജീവിതം. എന്നാൽ പൗലോസിനെ പോലെ മുഴുസമയം യേശുക്രിസ്തുവിന് വേണ്ടി മാത്രമെന്ന് പറഞ്ഞ് മറ്റെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറ്റിവെക്കാൻ എനിക്ക് പറ്റത്തില്ലായിരിക്കും. പക്ഷേ എനിക്ക് കഴിയുന്ന ചില മിനിറ്റുകൾ, ചില മണിക്കൂറുകൾ ദൈവരാജ്യത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഞാൻ ഒന്നുകൂടെ എന്നെ തന്നെ ചിന്തിച്ച് സമർപ്പിക്കുന്നു എന്ന് നമ്മുടെ ഹൃദയത്തിലേക്ക് ആ ഒരു ചിന്തയും ആ ഒരു തീരുമാനവും കടന്നു വന്നാൽ ഇന്ന് നാം കേട്ട വചനം നമുക്ക് അനുഗ്രഹമായി, നമുക്ക് വിടുതലായി. ദൈവം നമ്മെ തിരുവെഴുത്തുകളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.